ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്ന് UAEയും ഒമാനും സംഘർഷങ്ങൾ ലഘൂകരിക്കണമെന്നും പ്രാദേശിക അന്തർദേശീയ സമാധാനത്തിന് ഭീഷണിയായേക്കാവുന്ന കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കണമെന്നും UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ ആവശ്യപ്പെട്ടു. ഇന്ത്യയും പാകിസ്ഥാനും ആത്മസംയമനം പാലിക്കണമെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയവും ആവശ്യപ്പെട്ടു. ഇന്ത്യ പാക് സംഘർഷം ഗൾഫിൽ നിന്നും ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും പുറപ്പെടേണ്ട ഒട്ടേറെ വിമാനങ്ങൾ റദ്ദാക്കി. പലതും വൈകിയാണ് സർവീസ് നടത്തുന്നത്. ഗൾഫ് മേഖലയിൽ നിന്നുള്ള പല വിമാനങ്ങളും വഴിതിരിച്ചു വിടുന്നുമുണ്ട്. ന്യൂഡൽഹിയിലേക്കുള്ള വിമാനവും പാകിസ്ഥാനിലെ ലാഹോർ, കറാച്ചി എന്നിവിടങ്ങളിലേക്കുമുള്ള വിമാനങ്ങളാണ് റദ്ദാക്കുന്നതും വഴിതിരിച്ചു വിടുന്നതും. ഇന്ത്യൻ എയർലൈൻസുകളും യൂറോപ്യൻ എയർലൈൻസുകളും സർവീസ് തുടരുന്നുണ്ടെങ്കിലും യാത്രക്കാർക്ക് മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കുമുള്ള യാത്രക്കാർ വിമാന കമ്പനികൾ പുറപ്പെടുവിക്കുന്ന അറിയിപ്പുകൾ നിരന്തരം പരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. യമനിലെ ഇസ്രായേൽ ആക്രമണം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ എല്ലാ വിമാന സർവീസുകളും നിർത്തിവച്ചതായി സന അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതർ. സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സയനിസ്റ്റ് ആക്രമണത്തിൽ ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാന സർവീസുകളും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ നിർത്തിവെക്കാൻ തീരുമാനിച്ചതായാണ് വിമാനത്താവളത്തിന്റെ ജനറൽ ഡയറക്ടർ ഖാലിദ് അൽ ഷെയ്ഖ് പറഞ്ഞത്. വിമതരുടെ നിയന്ത്രണത്തിലുള്ള തലസ്ഥാനമായ സനായിൽ ഇസ്രായേൽ ഇന്നലെ നടത്തിയ വ്യോമ ആക്രമണത്തിൽ വിമാനത്താവളം പൂർണ്ണമായും തകർന്നിരുന്നു. ഗാസയിലെ ഇസ്രായേൽ ആക്രമണം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുറഞ്ഞത് 48 പേർ കൊല്ലപ്പെട്ടു. നൂറുകണക്കിന് പലസ്തീനികൾ അഭയം പ്രാപിച്ച ഒരു വിദ്യാലയത്തിൽ ഇന്നലെ രാത്രി നടത്തിയ ആക്രമണത്തിൽ 9 സ്ത്രീകളും 3 കുട്ടികളും ഉൾപ്പെടെ 27 പേർ കൊല്ലപ്പെട്ടു. മറ്റിടങ്ങളിലുണ്ടായ ആക്രമണത്തിൽ 21 പേരും കൊല്ലപ്പെട്ടതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ഗാസയിലെ മാനുഷിക സഹായ വിതരണം തടഞ്ഞ ഇസ്രായേൽ നടപടിയെ അന്താരാഷ്ട്ര സമൂഹം അപലപിച്ചു. മനുഷ്യാവകാശ സംഘടനകൾ എത്തിക്കുന്ന സഹായങ്ങൾ കഴിഞ്ഞ 2 മാസമായി ഇസ്രായേൽ സേന തടഞ്ഞിരിക്കുകയാണ്. ഇതോടെ ഗസയിൽ നിരവധി പേർ ഭക്ഷണവും മരുന്നും കിട്ടാത്ത അവസ്ഥയിലാണ്. ദുബായിൽ വരുന്ന 2 വർഷത്തിനുള്ളിൽ 30-ലേറെ റോഡ് പദ്ധതികൾ നടപ്പിലാക്കും. ദുബായ് മെട്രോ ബ്ലൂ ലൈൻ ഉൾപ്പെടുന്ന പദ്ധതിക്ക് 4000 കോടി ദിർഹമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 2027 പണി പൂർത്തിയാവുന്നതോടെ ദുബൈയിലെ ഗതാഗതക്കുരുക്ക് 20% വരെ കുറയ്ക്കാനാവുമെന്നും RTA വൃത്തങ്ങൾ അറിയിച്ചു. പരിശുദ്ധ ഹജ്ജ് മക്കയിലും മദീനയിലും തിരക്കുകൂടി. ഇന്ത്യയിൽ നിന്ന് മാത്രം 20,000 തീർത്ഥാടകർ ഇതിനോടകം സൗദിയിലെത്തി. 12 വിമാനങ്ങളിലായി 3500-ലേറെ തീർത്ഥാടകരാണ് ദിവസേന ഇന്ത്യയിൽ നിന്നും സൗദിയിലെത്തുന്നത്. ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള മലയാളി തീർത്ഥാടകരുടെ ആദ്യ സംഘം ഈ മാസം 10-ന്, അതായത് വരുന്ന ശനിയാഴ്ചയാണ് ജിദ്ദയിൽ എത്തുന്നത്. അതേസമയം സ്വകാര്യ ഹജ്ജ് സംഘങ്ങളിൽ ബുക്ക് ചെയ്ത 500-ലേറെ പേർ കേരളത്തിൽ നിന്നും ഇതിനോടകം സൗദിയിൽ എത്തിയിട്ടുണ്ട്. അരാധ എക്സിക്യൂട്ടീവ് ലോഞ്ച് ഷാർജ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഗണ്യമായ വികസനത്തെ പ്രതിനിധീകരിക്കുമെന്ന് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ചാൻസലർ ഡോക്ടർ ടോഡ് ലോർസൺ. ഷാർജ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ആരംഭിച്ച പുതിയ അരാധ എക്സിക്യൂട്ടീവ് ലോഞ്ചിന്റെ ഉദ്ഘാടന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഷാർജ അമേരിക്കൻ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് ഷെയ്ഖ ബുദൂർ ബിൻ സുൽത്താൻ അൽ ഖാസ്മി, അരാധയുടെ ഗ്രൂപ്പ് CEO അഹമ്മദ് അൽ ഖൊഷൈബിയും ചേർന്നാണ് പുതിയ നിർമ്മിതി ഉദ്ഘാടനം ചെയ്തത്. അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ കോളേജ് ഓഫ് ആർക്കിടെക്ചർ, ആർട്ട് ആൻഡ് ഡിസൈനിലെ അസോസിയേറ്റ് പ്രൊഫസറും ലാബ് ഡയറക്ടറുമായ അമ്മർ കലോ രൂപകൽപ്പന ചെയ്ത അതീവ ശില്പചാതുരിയുള്ള ഈ എക്സിക്യൂട്ടീവ് ലോഞ്ച് സന്ദർശകർക്ക് നവ്യാനുഭൂതി പകരുന്നതാണ്. ഷാർജയിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും മാസ് സ്ഥാപക നേതാവും ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ദീർഘകാല ഭരണസമിതി അംഗവുമായിരുന്ന മാധവൻ പാടിയുടെ സ്മരണാർത്ഥം മാസ് ഏർപ്പെടുത്തിയ 4ാമത് പാടി അവാർഡുകൾ പ്രഖ്യാപിച്ചു. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഹിദ ഫാത്തിമയും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ആദിൽ ജിമ്മിയും അവാർഡിന് അർഹരായി. ഇബ്രാഹിം അംബിക്കാന ചെയർമാനും താലിബ് വാഹിദ് നാട്ടിക എന്നിവരുമടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത്. ഈ മാസം 11-ന് വൈകിട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന കൊച്ചുകൃഷ്ണൻ മാധവൻ പാടി അനുസ്മരണ സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് ഗസൽ സന്ധ്യയും അരങ്ങേറുമെന്ന് മാസ് ജനറൽ സെക്രട്ടറി ബിനു കോറം, പ്രസിഡന്റ് അജിത രാജേന്ദ്രൻ, ട്രഷറർ സുരേഷ് നമ്പലാട്ട് എന്നിവർ അറിയിച്ചു. ഇന്ദിരാഗാന്ധി വീക്ഷണം ഫോറം ഷാർജ ഈ മാസം 24-ന് നടത്തുന്ന
വർണ്ണം 2025 എന്ന പരിപാടിയുടെ ബ്രോഷർ ഷാഫി പറമ്പിൽ MP പ്രകാശനം ചെയ്തു. ഇന്ദിരാഗാന്ധി വിഷൻ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അൻസാർ താജ് വയലാർ, രക്ഷാധികാരി സുഭാഷ് ചന്ദ്രബോസ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർമാരായ നജീബ്, ജിജു P. തോമസ്, വിജോയ് ദാസ്, സമീർ, ദിലീപ്, സിദ്ധാർത്ഥ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.